പിണറായിയും കോടിയേരിയും എം.വി. ഗോവിന്ദൻ മാഷും അടക്കമുള്ള ഉയർന്ന നേതാക്കന്മാർ തട്ടിപ്പിന് കൂട്ടുനിൽക്കുമെന്ന് ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒരൊറ്റയാളും വിശ്വസിക്കൂല. എന്തായാലും നമ്മെ അകാലത്തിൽ വിട പറഞ്ഞ് ആ ദുഃഖമെല്ലാം പേറുന്ന ജനങ്ങളുടെ മുമ്പാകെ കോടിയേരിയുടെ പേര് അദ്ദേഹം ഉൾപ്പെടുത്തിയത് അങ്ങേയറ്റം തെറ്റായിപ്പോയി. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, പാർട്ടി ചർച്ച ചെയ്ത് നിലപാട് സ്വീകരിച്ച കാര്യമാണ് അതിൽ എല്ലാം അടങ്ങിയത്. ഒരു ഫണ്ട് തട്ടിപ്പും ഉണ്ടായിട്ടില്ല. സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥിയായ ഒരാൾ റിസീറ്റ് അച്ചടിക്കുക, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനു വേണ്ടി രൂപീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് റിസീറ്റ് അച്ചടിക്കുന്നത്, വരവ് ചെലവ് കണക്കുകൾ നോക്കുന്നത്. അതെല്ലാം ഞങ്ങൾ വിശദമായി തെരഞ്ഞെടുപ്പിൻ്റെ വരവ് ചെലവ് കണക്ക് പരിശോധിച്ചതാണ്. അതിലൊരു ധനാപകരണം ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പിൻ്റെ വരവ് ചെലവ് കണക്കാകട്ടെ യഥാസമയം ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും ചെയ്തതാണ്. കെട്ടിട നിർമ്മാണമടക്കമുള്ളതിൻ്റെ വരവ് ചെലവ് കണക്ക് യഥാസമയം അവതരിപ്പിക്കുന്നതിലാണ് പോരായ്മയുണ്ടായത്. ഓക്കെ, കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കും. അദ്ദേഹം പാർട്ടി ഇപ്പോൾ അങ്ങ് പറഞ്ഞനുസരിച്ചാണെങ്കിൽ പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായിട്ട് പരസ്യപ്രകടനം നടത്തിയിരിക്കുകയാണ്. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടി എൻ്റെ പേരിൽ നടപടി എടുത്തേക്കും. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല, അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അത് പാർട്ടി പരിശോധിക്കേണ്ടതല്ലേ. അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതാണ് വ്യക്തിയും പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം. അദ്ദേഹം പരസ്യമായി നിലപാട് സ്വീകരിച്ചിട്ടും പാർട്ടി അത് കൂട്ടായി ചർച്ച ചെയ്തിട്ടാണ് നിലപാട് സ്വീകരിക്കുക. പാർട്ടി അത് കൂട്ടായി ചർച്ച ചെയ്ത് കണ്ണൂർ ജില്ലാ പാർട്ടി തീരുമാനമെടുക്കും. ഈ യഥാസമയം കണക്കുകൾ അവതരിപ്പിക്കാൻ വീഴ്ച വരുത്തിയതിന് മഹസൂലിനെതിരെ എന്തെങ്കിലും നടപടി പാർട്ടി എടുത്തിരുന്നു? അത് അന്ന് എടുത്തല്ലോ. അന്ന് തന്നെ മാധ്യമങ്ങളോട് ഞാനാ പറഞ്ഞത്. അന്ന് സെക്രട്ടേറിയറ്റിൽ നിന്ന് അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി ഏരിയ കമ്മിറ്റി അംഗങ്ങളെ ഇതിൽ വീഴ്ച വരുമ്പോൾ ഉത്തരവാദിത്തം നിർവഹിച്ചിരുന്ന 2 ഏരിയ കമ്മിറ്റി അംഗങ്ങളെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തി ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയാണ് അന്ന് ചെയ്തത്. കുഞ്ഞികൃഷ്ണ സഖാവ് പറഞ്ഞതിൽ അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണൻ മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനും ഇതേക്കുറിച്ച് അറിയാം. ഓഡിറ്റ് റിപ്പോർട്ട് അടക്കം കൊടുത്തതാണ്. എന്നിട്ടും മധുസൂദനടക്കമുള്ള ആളുകളെ ന്യായീകരിക്കുന്നു എന്ന് കൂടി അദ്ദേഹം പറയുന്നു. അല്ല, ധനാപകരണം നടന്നിട്ടില്ലല്ലോ. ധനാപകരണം നടന്നെങ്കിൽ മാത്രമല്ലേ അദ്ദേഹത്തിൻ്റെ വാദം പ്രസക്തമാവുന്നുള്ളൂ. എന്ന് മാത്രമല്ല, പിണറായിയും കോടിയേരിയും എം.വി. ഗോവിന്ദൻ മാഷും അടക്കമുള്ള ഉയർന്ന നേതാക്കന്മാർ തട്ടിപ്പിന് കൂട്ടുനിൽക്കുമെന്ന് ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒരൊറ്റയാളും വിശ്വസിക്കൂല. എന്തായാലും നമ്മെ അകാലത്തിൽ വിട പറഞ്ഞ് ആ ദുഃഖമെല്ലാം പേറുന്ന ജനങ്ങളുടെ മുമ്പാകെ കോടിയേരിയുടെ പേര് അദ്ദേഹം ഉൾപ്പെടുത്തിയത് അങ്ങേയറ്റം തെറ്റായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ രീതി എന്താ, ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും കള്ളന്മാരാണ്. ഈ നിലപാട് അദ്ദേഹം മാറ്റാത്തിടത്തോളം കാലം അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ അദ്ദേഹത്തിന് തന്നെ വിലയാവും.